ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എക്സോട്ട് പെറ്റ്സായ ഷുഗർ ഗ്ലൈഡറെ കുറിച്ചാണ്. ഷുഗർ ഗ്ലൈഡറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാം. ആദ്യമേ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു പേര് വരാനിടയായത്, ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മധുരമുള്ള സാധനങ്ങളാണ്. ലഡു, ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ, വളരെ മധുരമുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വളരെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് ഷുഗർ ഗ്ലൈഡർ എന്നുള്ള പേര് ഇവർക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ഇവരെ പറക്കുന്ന അണ്ണാനെന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൂരത്ത് മേലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് ഗ്ലൈഡ് ചെയ്ത് പറന്നിറങ്ങാനുള്ള ആ സൈഡിൽ ഇവരുടെ കാലിനോട് ചേർന്ന് ചിറക് പോലെ തൊലി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ചാടി മറ്റൊരു സ്ഥലത്തേക്ക് പറന്ന് വരാൻ വേണ്ടി സാധിക്കുന്നത് കൊണ്ടാണ് ഷുഗർ ഗ്ലൈഡർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇവരുടെ ജന്മദേശം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയിലെ കാടുകളിലാണ്, തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇവരെ കണ്ടുവരുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് അധികം വർഷമായിട്ടില്ല, കുറച്ച് വർഷങ്ങളേ ആകുന്നുള്ളൂ ഇവർ ഇന്ത്യയിൽ ധാരാളമായി വന്നിട്ട്. നമ്മുടെ കേരളത്തിനകത്ത് നല്ലതുപോലെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് നന്നായിട്ട് ഇണങ്ങുകയും നന്നായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബ്രീഡർമാരുടെ കയ്യിൽ, ഒരുപാട് ആളുകളുടെ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ കയ്യിൽ ധാരാളമായിട്ട് ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മുടെ കേരളത്തിൽ ഷുഗർ ഗ്ലൈഡർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ രാത്രിയിലാണ് സജീവമായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവുക. പകൽ മുഴുവൻ എവിടെയെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥലങ്ങൾക്കകത്ത് തുണി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇരുട്ടുള്ള കലവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ അറകൾ പണിത് വെച്ച് കൊടുത്ത് അതിനകത്ത് സുഖമായിട്ട് ഉറങ്ങുകയാണ്. പകൽ മുഴുവൻ സമയവും ഉറക്കമാണ് പ്രധാനമായിട്ട് ഇവരുടെ പരിപാടി. രാത്രിയാകുമ്പോൾ, സന്ധ്യയാകുമ്പോഴാണ് ഇവർ ആക്റ്റീവാകുകയും രാത്രി മുഴുവൻ നേരം വെളുക്കും വരെ ഇവർ നല്ല സജീവമായിട്ട്, നല്ല ചടുലമായിട്ട് ഓടി നടക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രകൃതം. മറ്റൊരു കാര്യം, ഇവർ അധികം വലിപ്പം വെക്കാത്ത ഇവർ കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ മുഖത്തുള്ള വലിയ രണ്ട് കണ്ണുകൾ തന്നെയാണ് അവരുടെ പ്രത്യേകത. ഉരുണ്ട വലിയ കണ്ണുകളാണത്. രാത്രിയിലൊക്കെ ലോങ് സൈറ്റ് ദൂരെയുള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ണുകൾ അവർക്ക് സഹായമാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഭംഗി കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ആളുകളെ ഇവരിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. മനുഷ്യനോട് നന്നായിട്ട് ഇണങ്ങുമെങ്കിലും ഒരു ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ പരിചയമുള്ള ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യാത്ത ആളുകളാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കടിക്കും. അതിൻ്റെ ഫ്രണ്ടിലുള്ള പല്ല് നല്ല മൂർച്ചയുള്ള പല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുറിയും. ഇവർ പ്രധാനമായിട്ടും ആളുകളെ തിരിച്ചറിയുന്നത് ഇവർ നമ്മുടെ സ്മെല്ല് കൊണ്ടും അതുപോലെ നമ്മൾ കയ്യിലെടുക്കാൻ പതിയെ നക്കി നോക്കും. അങ്ങനെയാണ് ഇവർ ആളുകളെ തിരിച്ചറിയുന്നത്. പരിചയമില്ലാത്ത സ്മെല്ലൊക്കെ വരുമ്പോൾ ചെല്ലുന്ന ആളുകളെ ഒച്ചയെടുക്കുകയാണ് ആദ്യമേ ചെയ്യുക. നല്ല രീതിയിൽ ഒച്ചയെടുക്കും. പിന്നീട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കടിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പരിചയമുള്ള സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളോട് യാതൊരു പ്രശ്നമില്ല താനും. ഇവരുടെ വാല് നല്ല ഭംഗിയാണ്. നല്ല നീണ്ട, നല്ല രോമത്തോടു കൂടിയ നല്ല നീണ്ട വാലുകളാണ് ഇവർക്കുള്ളത്. പിന്നെ കളറും ഇവർക്ക് 2-3 കളറുകളിൽ കാണുന്നുണ്ട്. ഒന്ന് നല്ല വെള്ള നിറത്തിലുള്ളതുണ്ട്. അതേപോലെ തന്നെ ഒരു നമ്മുടെ കയ്യിലുള്ള ചാര നിറത്തിലുള്ളത്, അതുപോലെ തന്നെ ഒരു മണ്ണിൻ്റെ കളറോട് കൂടിയ, ബ്രൗൺ കളറോട് കൂടിയ ഒരു കളർ, അങ്ങനെ 2-3 കളറിൽ ഇവർ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇവരുടെ ഭക്ഷണ രീതികളെക്കുറിച്ചും കൂടൊരുക്കുന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.